നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്. ഭഗത് സിംഗ്: തോക്കും ബോംബുകളും വിപ്ലവം സൃഷ്ടിക്കില്ല. വിപ്ലവത്തിൻ്റെ വാൾ ആശയങ്ങളുടെ ഉരകല്ലിൽ മൂർച്ച ഏറപ്പെടേണ്ടതുണ്ട് എന്ന് അഭിപ്രായപ്പെട്ട, രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന, ഇൻക്വിലാബ് സിന്ദാബ് എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയ ഭഗത് സിംഗ് ലയൽപൂർ ജില്ലയിലെ ബങ്ക ഗ്രാമത്തിൽ 1907 ജനിച്ചു. ഭഗത് സിംഗിനെ ഏറ്റവുമധികം സ്വാധീനിച്ച വിപ്ലവകാരി കർത്താർ സിംഗ് സരഭയും അദ്ദേഹം അംഗമായിരുന്ന സംഘടന ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷനുമാണ്. കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് 1929 ഏപ്രിൽ ബോംബെറിഞ്ഞ പോരാളികളാണ് ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും. ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 ലാഹോർ ജയിലിൽ വച്ച് ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ തൂക്കിലേറ്റി. ഇവർ അന്ത്യവിശ്രമം കൊള്ളുന്നത് പഞ്ചാബിലെ ഹുസൈനിവാല ദേശീയ രക്തസാക്ഷി സ്മാരകത്തിലാണ്. വൈ ഐ ആം ആൻ എത്തിസ്റ്റ് എന്ന കൃതിയുടെ രചയിതാവായ ഭഗത് സിംഗ് 1926 പഞ്ചാബിൽ നവ് ജവാൻ ഭാരത് സഭ എന്ന സംഘടന സ്ഥാപിച്ചു. ബൽവന്ത്, രഞ്ജിത്ത്, വിദ്രോഹി എന്നീ തൂലിക നാമങ്ങൾ ഉപയോഗിച്ചിരുന്ന ഭഗത് സിംഗ് ഷഹീദ് ഇ അസം എന്നും അറിയപ്പെടുന്നു. ഭഗത് സിംഗിൻ്റെ ജീവിതത്തെപ്പറ്റി വിത്തൗട്ട് ഫിയർ, ദ ലൈഫ് ആൻഡ് ട്രയൽ ഓഫ് ഭഗത് സിംഗ് എന്ന പുസ്തകം രചിച്ചത് കുൽദീപ് നയ്യാർ ആണ്. ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്. സുഭാഷ് ചന്ദ്രബോസ്. ദേശ് നായക് എന്നറിയപ്പെടുന്ന സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത് 1897 ജനുവരി 23 ഒഡീഷയിലെ കട്ടക്കിലാണ്. 1930 കൽക്കട്ട മേയറായ അദ്ദേഹം 1938 ഹരിപുര സമ്മേളനത്തിൽ ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായി. 1939 ത്രിപുരയിൽ നടന്ന സമ്മേളനത്തിൽ കോൺഗ്രസ് ചരിത്രത്തിൽ തന്നെ തിരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തിയായ അദ്ദേഹം അതേ വർഷം തന്നെ തൻ്റെ കോൺഗ്രസ് പ്രസിഡന്റ് പദവി രാജിവെച്ച ശേഷം ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി രൂപീകരിച്ചു. 1941 മൗലവി സിയാവുദ്ദീൻ എന്ന പേരിൽ സുഭാഷ് ചന്ദ്രബോസ് വീട്ടുതടങ്കലിൽ നിന്നും പെഷവാറിലേക്ക് രക്ഷപ്പെട്ടു. അതേ വർഷം തന്നെ അദ്ദേഹം ജർമ്മനിയിലെത്തി. അവിടെ ബെർലിനിൽ ഫ്രീ ഇന്ത്യ സെൻറ്റർ സ്ഥാപിച്ചു. ജർമ്മനിയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ അദ്ദേഹം ഉപയോഗിച്ച കള്ളപ്പേരാണ് ഒർലാൻഡോ മസാട്ട. മാത്രമല്ല, അദ്ദേഹം ജർമ്മൻ സഹായത്തോടെ രൂപീകരിച്ച സൈനിക വിഭാഗമാണ് ഫ്രീ ഇന്ത്യ ലീജിയൺ. 1943 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെയും ഇന്ത്യ നാഷണൽ ആർമിയുടെയും നേതൃത്വം സുഭാഷ് ചന്ദ്രബോസിന് നൽകിയത് റാഷ് ബിഹാരി ബോസാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു CR ദാസ് ആണ്. ഇന്ത്യൻ നാഷണൽ ആർമിയെ കരുത്തുറ്റ സംഘടനയാക്കിയ സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ് INAയുടെ വനിതാ വിഭാഗമായ ഝാൻസി റാണി റെജിമെൻറ്റിന് നേതൃത്വം കൊടുത്തത്. ഇന്ത്യക്കായി സിംഗപ്പൂരിൽ വെച്ച് ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. അന്യരുടെ പരിശ്രമം കൊണ്ടുവരുന്ന സ്വാതന്ത്ര്യമല്ല. ഇവ സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളാണ്. ദില്ലി ചലോ, ജയ് ഹിന്ദ് എന്നീ പ്രശസ്ത മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശം വരെ ബ്രിട്ടീഷുകാർക്കെതിരെ മുന്നേറി ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തിയ നേതാവായ സുഭാഷ് ചന്ദ്രബോസ് റേഡിയോയിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രീയ നേതാവാണ്. 1945 ഓഗസ്റ്റ് 18 തായ്വാനിലെ തായ് ഹോക്കു എയർപോർട്ടിൽ വച്ച് നടന്ന വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന ധീരദേശാഭിമാനിയായ അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത് ജപ്പാനിലെ റെങ്കോജി ക്ഷേത്രത്തിലാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ നിയമിച്ച കമ്മീഷനുകളാണ് ഷാനവാസ് കമ്മീഷൻ, ഖോസ്ല കമ്മീഷൻ, മുഖർജി കമ്മീഷൻ. നേതാജി സുഭാഷ് ചന്ദ്രബോസിന് എഴുതി പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആത്മകഥാപരമായ കൃതിയാണ് ആൻ ഇന്ത്യൻ പിൽഗ്രിം. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും പ്രതിപാദിക്കുന്ന കൃതിയായ വാട്ട് ഹാപ്പൻ ടു നേതാജി എന്ന പുസ്തകം രചിച്ചത് അനുജ് ദർ ആണ്.
സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ജനുവരി 23 പരാക്രം ദിവസായി ആചരിക്കാൻ 2021 കേന്ദ്ര സർക്കാർ തീരുമാനം എടുത്തു. അദ്ദേഹത്തിന്റെ 125-ാം ജന്മവാർഷികമാണ് 2021 ആചരിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.